മലയാളത്തിലെ മഹാനടൻ തിലകന്റെ കൊച്ചുമകനാണ് അഭിമന്യു. ഷമ്മി തിലകൻ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നെത്തിയ അഭിമന്യുവിന്റെ അരങ്ങേറ്റ ചിത്രമാണ് മാർക്കോ. ചിത്രത്തിൽ റസൽ എന്ന ക്രൂരനായ വില്ലനായാണ് അഭിമന്യു വേഷമിട്ടത്. വില്ലന് വേണ്ട ശബ്ദഗംഭീരവും ലുക്കും അഭിമന്യുവിൽ ഭദ്രമായിരുന്നുവെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. ആദ്യ ചിത്രത്തിൽ തന്നെ വില്ലനായി വേഷമിട്ടപ്പോൾ അതിനുവേണ്ടി എടുത്ത തയ്യാറെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിമന്യു. ചിത്രത്തിൽ വില്ലനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയെന്ന് അഭിമന്യു പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലിരുന്ന് ഓരോ സീനും എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നുവെന്നും അഭിമന്യു കൂട്ടിച്ചേർത്തു. സില്ലി മാംഗോസ് മോളിവുഡിനോട് സംസാരിക്കുകയായിരുന്നു അഭിമന്യു. ഷൂട്ടിനു മുമ്പ് ഈ ക്യാരക്ടർ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ആലോചിക്കാൻ കുറച്ചധികം സമയം കിട്ടിയിട്ടുണ്ട്. വില്ലനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയി. ആ സമയത്ത് റസൽ എന്ന ക്യാരക്ടറിനെ ഓരോ കഥാപാത്രത്തോടും സ്റ്റൈലും ഞാൻ റെഫറൻസ് ആക്കിയിട്ടുണ്ട്. ഏത് സീൻ എടുത്താൽ വർക്കാകും, ഏത് സീൻ എടുത്താൽ വർക്കാകില്ല എന്നൊക്കെ ആലോചിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഗോൾ ഫാദറിൽ അപ്പച്ചൻ ഗേറ്റ് ചവിട്ടി തുറന്നു വരുന്ന സീൻ. പുള്ളി അത് ചെയ്യുമ്പോൾ ആ സീനിൽ ബീജിയം ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അത്രയും ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സീനെപ്പറ്റി ഇന്നും ആളുകൾ സംസാരിക്കാറുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച മാസ് സീനുകളിൽ ഒന്നാണ് അത്. അത്തരത്തിൽ ഒരുപാട് സീനുകൾ റെഫറൻസ് ചെയ്തിട്ടാണ് റസലിനെ ഞാൻ പ്രസന്റ് ചെയ്തത്, അഭിമന്യു പറഞ്ഞു.